നമസ്കാരം, എല്ലാവർക്കും മാമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ പഴയ കാലത്തുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കടകളിലൊക്കെ ചില്ലുകൂട്ടിലിരിക്കുന്ന ഒരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. പാൽക്കോവയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് വീട്ടിൽ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പാൽക്കോവ റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അര കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് അളവിൽ മൈദപ്പൊടിയാണ് നമ്മുടെ പാൽക്കോവയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കപ്പ് മൈദപ്പൊടിക്ക് അര കപ്പ് നെയ്യ് എന്ന തോതിലെടുക്കാം. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് മൊത്തത്തിൽ നെയ്യ് നല്ല പോലെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് മൈദപ്പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് 240 ml കപ്പിൽ ഒരു കപ്പ് അത് അളന്ന് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യിലേക്ക് നമ്മുടെ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്ക് ഈ നെയ്യിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. മൈദപ്പൊടിയുടെ പച്ച മണമുണ്ടല്ലോ, അതൊക്കെ മാറി വരുന്നത് വരയ്ക്കും നല്ല പോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ മൈദപ്പൊടിയുടെ കളറും മാറും, അതേപോലെ ടേസ്റ്റും മാറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ല പോലെ തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ്, നമുക്ക് നോക്കിയാൽ തന്നെ കാണാം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് നല്ല പോലെ മിക്സാക്കി ഒരു 10 മുതൽ 15 മിനിറ്റ് ആയി വരുമ്പോഴത്തേനും ലൂസ് പരുവാവും. ആ ഒരു പരുവാവുന്നത് വരേക്കും നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നോക്കിയാൽ തന്നെ കാണാം, നമ്മുടെ മൈദ നമ്മൾ ആദ്യം ഇട്ടിരുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരുന്നത്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല പോലെ ലൂസായിട്ട് വന്നിട്ടുണ്ട്. അതിൽ നെയ്യൊക്കെ ഒന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. നല്ല ലൂസ് പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഈ നല്ല പോലെ മൈദ കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. കൂടുതൽ നേരം കൂടി ഇരുന്നാൽ ചിലപ്പോൾ നമ്മുടെ പാൽക്കോവയുടെ ടെക്സ്ചർ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ മൈദയുടെ മിക്സ് മൊത്തത്തിൽ അങ്ങ് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നോക്കിയാൽ തന്നെ കാണാം, നമ്മൾ ചെരിച്ച് നോക്കുമ്പോൾ നമ്മുടെ മിക്സിൻ്റെ മുകളിലേക്ക് നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മിക്സ് ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേരുവകളൊക്കെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി ചേരുവകൾ കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചൂടാറി പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയൊരു ചൂട് വേണം, അതും ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്തത്. പഞ്ചസാരയും കൂടി പഞ്ചസാരയുടെ കൂടെ പൊടിച്ച് വെച്ചിരുന്നതാണ്. അതാണ് വൈറ്റ് കളറിൽ കണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ, അതായത് ഒരു 1/4 കപ്പ് അളവിൽ പാൽപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മൈദയുടെ മിക്സായിട്ട് നല്ല പോലെ മിക്സാക്കി എടുക്കാം. കൈ വെച്ചിട്ടോ അതല്ലെങ്കിൽ ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ടോ നല്ല പോലെ ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ. ഇപ്പോൾ ഞാൻ പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഇതും അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മൾ പഞ്ചസാര എപ്പോഴും ചേർക്കുമ്പോൾ പൊടിച്ച് ചേർക്കാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ മൈദയുടെ മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ മിക്സാക്കി കൊടുക്കാം. നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഓരോ ബാച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കുന്നതായിരിക്കും നല്ലത്, ഒറ്റയടിക്ക് ചേർത്ത് മിക്സ് ആക്കുന്നതിനേക്കാളും. അപ്പോൾ ഞാൻ കുറച്ച് നേരം സ്പൂണോട് മിക്സ് ആക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് നല്ല പോലെ മിക്സാക്കി എടുത്തതാണ്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് മാവ് ലൂസായി പോകാൻ പാടില്ല, ഒരുപാട് ഡ്രൈ ആയി പോകാൻ പാടില്ല. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ ഉരുട്ടാൻ പറ്റുന്ന ഒരു പാകമാവുന്നത് വരയ്ക്കും നമുക്ക് നല്ല പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം, അതിലേക്ക് കുറച്ച് നെയ്യ് തടവി വെക്കാം നമുക്ക്. അപ്പോൾ ഒരുപാട് ലൂസായി പോവുകയാണെങ്കിൽ കുറച്ച് പാൽപ്പൊടി ചേർത്തിട്ട് മിക്സാക്കി കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ പാൽക്കോവയുടെ മിക്സ് ഇനി നമ്മൾ നെയ്യ് പുരട്ടി വെച്ചിരുന്ന പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മാവ് ഒരുപാട് ഡ്രൈ ആയെന്ന് തോന്നുകയാണെങ്കിൽ, നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് ഡ്രൈ ആയിട്ട് ഒരുപാട് ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു മാവ് രൂപത്തിൽ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഉരുട്ടിപ്പോൾ ഉരുട്ടാൻ പറ്റുന്ന ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവ് എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ മിക്സാക്കി എടുത്താലും മതിയാകും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇത് നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ലെവലാക്കി കൊടുക്കാം. അപ്പോൾ ലെവലായി പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് സ്പൂണിന് കുറച്ച് നെയ്യ് തടവിയിട്ട് ലെവലാക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ, ഞാനിപ്പോൾ നെയ്യ് സ്പൂണിന് പുരട്ടിയിട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ല അടിപൊളിയായിട്ട് ലെവലാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഒരു 20 മിനിറ്റ് നേരത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ വട്ടത്തിലുള്ള പാത്രമാണല്ലോ എടുത്തിരിക്കുന്നത്. സ്ക്വയർ ടൈപ്പിലുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ്
കറക്റ്റായിട്ട് ഒട്ടും സൈഡൊന്നും വേസ്റ്റ് ആവാതെ തന്നെ കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ അങ്ങനെ പാത്രം ഉള്ളവരാണെങ്കിൽ ആ പാത്രം എടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് മൂടി വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഉടനെ തന്നെ നമ്മൾ കട്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇത് കുറച്ച് നേരം കഴിഞ്ഞ് കുറച്ച് തണവ് പോയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ പാത്രത്തിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ സ്ക്വയറിലുള്ള പാത്രം എടുക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സൈഡൊക്കെ വേസ്റ്റ് ആവാതെ കറക്റ്റായിട്ട് നമുക്ക് ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വലുതും ചെറുതൊക്കെ ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും ഇഷ്ടമുള്ള വലിപ്പത്തിലും കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കോവയുടെ റെസിപ്പിയാണിത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പതുക്കെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ഇത് നമുക്ക് മുറിക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് വീഡിയോ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ. താങ്ക് യു.